അതിനകത്ത് അറിയാനുള്ള കാര്യം, ഫിഷ് നമ്മൾ മേടിക്കാൻ പോകുമ്പോൾ എവിടെ പോകണം, എങ്ങനെ പോകണം, അത് അത്യാവശ്യം. മാർക്കറ്റിൽ നല്ല മീനുകൾ വരും, പക്ഷെ മാർക്കറ്റിൽ വരുന്ന എല്ലാ മീനും നല്ല മീനല്ല. നമ്മൾ മാർക്കറ്റിൽ പോയി മീനെടുക്കണമെങ്കിൽ അറിവ് കൃത്യമായിട്ട് വേണം. നേരെ മറിച്ച് കടപ്പുറങ്ങളിൽ പോയി മീനെടുക്കുന്ന അത്ര അറിവ് വേണ്ട. ഈ കരമടിയിൽ നിന്ന് കിട്ടുന്ന മീനാണ് ഏറ്റവും നല്ലത്. കാരണം ജീവനോടെ കരയിൽ വരും. ഐസോ കാര്യങ്ങളോ ഒന്നും എടുത്തല്ല കരയിൽ വരുന്നത്. ഇത് നല്ലതാണ് എന്ന് പറഞ്ഞ് കൊടുത്താൽ നല്ലതായിരിക്കണ്ടേ. അതറിയാവുന്നവർ വേണം എടുത്ത് നമ്മുടെ കസ്റ്റമറിന് കൊടുക്കാൻ. അല്ലാതെ കൊടുക്കുന്ന മീനുകൾക്ക് കംപ്ലൈൻറ്റ് വന്ന് അവർക്കും ബുദ്ധിമുട്ട്, നമുക്ക് കൊടുക്കുന്നവർക്കും ബുദ്ധിമുട്ട്, മേടിക്കുന്നവർക്കും ബുദ്ധിമുട്ട്. ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ മീനുകളുടെ വിൽപ്പനയും ആവശ്യകതയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വർഷത്തിൽ ഏകദേശം 1,41,000 രൂപയ്ക്ക് മുകളിൽ വിൽപ്പന നടത്തുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു ഫിഷ് റീറ്റെയിൽ ബിസിനസിന് വലിയൊരു സാധ്യതയുണ്ടെന്നാണ് ഈ കണക്കുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എന്നാൽ ഈ ബിസിനസ് ആരംഭിക്കാൻ ഇന്ന് പലരും മടി കാണിക്കുന്നുണ്ട്. കാരണം ദുർഗന്ധം, ശുചിത്വക്കുറവ് എന്നിവയാണ് പ്രധാന കാരണം. എന്നാൽ സാങ്കേതിക വിദ്യ വികസിച്ചതോടെ ഇറച്ചിക്കടകൾ ഇപ്പോൾ ഹൈടെക് സ്ഥാപനങ്ങളായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ വൃത്തിയോടെയും ചിട്ടയോടെയുമാണ് ഓരോ സ്ഥാപനങ്ങളും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫിഷ് റീറ്റെയിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ധൈര്യമായി ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാവുന്നതാണ്. വരൂ, നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഇത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പുതിയ നൂതനമായ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ശരിക്കും ഞാൻ പറഞ്ഞാൽ എൻ്റെ ഭാഗത്തുനിന്ന് അത്തരം സംവിധാനങ്ങളൊന്നും വളരെ കുറച്ച് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളൂ. ഒന്ന്, ഓൺലൈൻ ബിസിനസ്. ഓൺലൈനിൽ ഞാൻ ഒരു ചെറിയ ശ്രമം മാത്രമേ നടത്തിയിട്ടുള്ളൂ. അത് എന്നെക്കൊണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ ഞാൻ നിയോഗിച്ചിരുന്നു, പക്ഷേ അവരത് അത്രത്തോളം കാര്യമായിട്ട് ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ആ ഓൺലൈൻ ബിസിനസ് എനിക്ക് ഞാൻ വിചാരിച്ചത്രയും എത്തിപ്പെടാൻ പറ്റിയില്ല. പിന്നെ ഉള്ളത് ഡോർ ഡെലിവറി ചെയ്തു തുടങ്ങി. അതൊക്കെ അത്യാവശ്യം ഞാൻ സ്വന്തമായിട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയിരുന്നു, അത് ചെയ്തു. പിന്നെ ഉള്ളത് നമ്മൾ മാർക്കറ്റിങ്ങിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നല്ല ഫിഷ് കൊടുത്താൽ മതി. അത് അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് പിന്നെ അത്യാവശ്യം ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്ന് ഒരു പരസ്യങ്ങളൊക്കെ എല്ലാത്തിനും നല്ലതൊക്കെയാണല്ലോ. പരസ്യങ്ങളൊക്കെ എല്ലാത്തിനും നല്ല കാര്യം തന്നെ. പക്ഷെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ ഇത്രത്തോളം നാൾ ഇത് വന്ന കാര്യം ഞാൻ ഒരു പരസ്യവും വളരെ കുറഞ്ഞ പരസ്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഒരാൾ മേടിക്കുന്നു, അയാൾ പറയുന്നു ഇന്നടത്ത് പോയി. എത്രയെങ്കിലും പേര് വരുന്നത് ഞാൻ ഇന്നയാൾ പറഞ്ഞു വിട്ടിട്ട് വരുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ അവർ ആരാന്ന് പോലും നമുക്ക് അറിയണമെന്നില്ല എല്ലാവരെയും. ഞാൻ ഇന്നയാൾ പറഞ്ഞു വിട്ട് വരുന്നതാണ്. ഇന്നയാൾ ഇന്നടത്ത് വന്ന് മേടിക്കുന്നു, സ്ഥിരമായിട്ട് ഇത്ര വർഷമായിട്ട് നിങ്ങളുടെ കസ്റ്റമറാണ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്കറിയാമായിരിക്കാം. ഇന്നയാളാണെന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാമായിരിക്കും. വലിയ സ്ഥലങ്ങളിൽ, പല സ്ഥലങ്ങളിലോട്ടും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഹോട്ടലുകളാണെങ്കിലും മറ്റ് വീടുകളിലാണെങ്കിലും. പിന്നെ ഒത്തിരി ഹോട്ടലുകളിൽ നമ്മളെ നിന്ന് വാങ്ങിക്കാൻ പറ്റത്തില്ല. അവർക്കൊരു ഫിക്സഡ് റേറ്റ് ഉണ്ടാവും, അത് തന്നെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മളെ എന്നും റേറ്റ് വേരിയേഷനാണ്. അപ്പോൾ അതുള്ളതുകൊണ്ട് അവർക്ക് ഫിക്സഡായിട്ട് ഇപ്പം ഇതിൽ സൊമാറ്റോ പോലെയുള്ള ഇതിനകത്ത് അവർ വില ഇട്ടേക്കാണ്, ഒരു മീൻ ഇത്ര വിലയെന്ന്. അത് ഡെയിലി മാറ്റാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ വേരിയേഷൻ വരുമ്പോൾ അവരും നമ്മളുമായിട്ടൊരു ടൈ അപ്പ് കുറവാണ്. പിന്നെ ചില നല്ല ഫിഷ് മാത്രം കൊടുക്കുന്ന ഹോട്ടലുകാരൊക്കെ ഉണ്ട്. അവർ നമുക്ക് ഒരു 4-5 ഉണ്ട്, അവരെടുക്കുന്നുണ്ട്. അവർക്കറിയാം നല്ല ഫിഷേ കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് മീനെടുക്കുന്ന എന്നറിഞ്ഞിട്ട് അവിടെ കഴിക്കാൻ പോകുന്നവരെ എനിക്കറിയാം ആ ഹോട്ടലിൽ. ഫിഷ് റീറ്റെയിൽ കോഴ്സിലെ മാർക്കറ്റിംഗ്, ബ്രാൻഡിംഗ് എന്ന ഒരു ചെറിയ ഭാഗത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. ഈ കോഴ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടിയാണിത്. ഈ ബിസിനസ് സ്വന്തമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ഭാഗത്ത് വ്യക്തത വരുത്തേണ്ടത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. കൂടാതെ രജിസ്ട്രേഷൻ, ലൈസൻസുകൾ, ഉടമസ്ഥാവകാശം, ഒരു സ്ഥലം എങ്ങനെ തിരഞ്ഞെടുക്കണം, ആവശ്യമായ മൂലധനം എത്രയാണെന്നും ഇൻഷുറൻസ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിനായി ഫിഷ് റീറ്റെയിൽ ബിസിനസിന്റെ A to Z കാര്യങ്ങൾ അടങ്ങിയ കോഴ്സ് വീഡിയോ ഇപ്പോൾ ബോസ്വാൽ ആപ്പിൽ അവൈലബിൾ ആണ്. ഇതുവരെ ബോസ്വാൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ബോസ്വാൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമുക്കിനി വീഡിയോയുടെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. പക്ഷെ ഇതാണ് ഏറ്റവും വലിയ മാർക്കറ്റിംഗ് സൈഡ്. നമ്മൾ നല്ലത് കൊടുത്തുകൊള്ളുക, നല്ലതായിട്ട് ബിഹേവ് ചെയ്യുക,
അങ്ങ് സംഭവിച്ചോളും. നമ്മുടെ മനസ്സിൽ എന്താണ് ഇരിക്കുന്നത്, എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ മനസ്സിരിക്കുന്നത്. നമ്മൾ കൊടുത്ത് നമ്മുടെ കൈ കൊണ്ട് ഒരു ഫിഷ് കൊടുത്ത് ഒരു വീട്ടിൽ കൊണ്ടുപോയി കറി വെച്ച് അത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ട് അതിൽ നിന്നൊരു ദോഷം വരരുതെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ തന്നെ മതി. അപ്പോൾ എല്ലാം പൂർണ്ണമായിക്കോളും. അത് മാർക്കറ്റിംഗ് സൈഡാണ്, അത് ഒരു മാർക്കറ്റിംഗ് സംഭവമാണ്, മാർക്കറ്റിംഗ് തന്ത്രമാണ്. മനസ്സിലായി? അത്രേ ഉള്ളൂ. മാർക്കറ്റിംഗ് തന്ത്രം എന്ന് പറയുന്നത് അതേ ഉള്ളൂ. അതുപോലെ വിജയിക്കാൻ വേറെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമില്ല. അതിനകത്ത് ഒരു നല്ല ശതമാനം ഇന്നുള്ള ഒരു ട്രെൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ട് വാങ്ങിക്കുന്നത് പോലെ കാണാതെ കയറി വരുന്നില്ല. ഇപ്പോൾ നമുക്കൊരു സ്റ്റാർ ഹോട്ടലിൽ പോവുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ പോയി ഇന്നത് കിട്ടുമെന്ന് അറിയാം. അത് സ്റ്റാർ ഹോട്ടലിൽ തന്നെ പോകുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. അല്ലാത്തവർക്ക് ഇവിടെ പോയാൽ എന്ത് കിട്ടും എങ്ങനെ കിട്ടുമെന്ന് അറിയത്തില്ലാത്തവർ പോകാൻ പഠിക്കും. നേരെ മറിച്ച് ഈ ഒരു ഫിഷ് കടയിൽ അടച്ചു മൂടി വെച്ചേക്കുന്ന ഒരു ഫിഷ് കടയിൽ അവിടെ പോകുന്ന ഇത്ര പേര് കാണുമായിരിക്കാം. പോയി പരിചയമുള്ള ഈ കഴിഞ്ഞ ദിവസം പോയി മീൻ മേടിച്ചു നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞു പോകുന്നത് അല്ലാതെയും, ഞാനിത് രണ്ടും ചെയ്ത് പരിചയമുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കണ്ട് വാങ്ങിക്കുന്നവരാണ് കൂടുതലും. കണ്ട് വാങ്ങിക്കാനാണ് കൂടുതലും പേർക്ക് ഇഷ്ടം. 5 കിലോമീറ്ററിന് അപ്പുറത്തുള്ള ആൾ നമ്മുടെ കടയിൽ വരുന്നു. അപ്പം ഞാൻ തന്നെ ചോദിച്ചു, സാർ നിങ്ങൾ ഇത്രയും ദൂരം വരുമല്ലേ, അത് വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു, ഞാൻ അങ്ങോട്ട് തരുമായിരുന്നു, സാറ് കാർ ഓടിച്ച് സമയം മെനക്കെടുത്ത് തരണം. എനിക്ക് കണ്ടു വാങ്ങിക്കണം. അങ്ങനെ കുറച്ച് പേരുണ്ട്. പിന്നെ ഏറ്റവും നല്ല കാര്യമാണ് ഈ പറയുന്നത് കണ്ട് വാങ്ങിക്കുക എന്നുള്ളത്. കണ്ട് വാങ്ങിക്കുക എന്നുള്ളത് ഇതിൻ്റെ മെയിൻ കാര്യം, ഒന്ന് നമുക്ക് മനസ്സിലൊരു വിശ്വാസം വരും. വിശ്വസിച്ചാണ് ഒരു ഫുഡ് നമ്മൾ കഴിക്കാനുള്ളത്. അവിശ്വസിച്ച് കഴിക്കുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പം വിശ്വസിച്ച് കഴിക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു ഘടകമാണ്. അപ്പം നമ്മൾ വിശ്വസിച്ച് പോയി കണ്ടു മേടിക്കുക, ഇന്നടുത്ത് പോയാൽ നല്ലത് കിട്ടുമെന്നുള്ള വിശ്വാസവും പോയി കണ്ടുകൂടെ വാങ്ങിക്കുമ്പം പൂർണ്ണമായി നമുക്കത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഉണർവ് കിട്ടും. അല്ലെങ്കിൽ ഇതിലൊരു അവിശ്വാസത്തോടു കൂടി കഴിക്കുന്നത് വേറെ. ഇപ്പം നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒരു പരിചയമില്ലാത്തവരോട് മീൻ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു, ചെന്ന് കറി വെച്ചാൽ ചിലപ്പോൾ അത് മോശമായി പോകും. അവരോട് പിന്നെ പറയാനും പറ്റത്തില്ല, അവരെ ചിലപ്പോൾ കാണാനും പറ്റത്തില്ല. ഇതിപ്പോൾ ഒരിടത്തിരിക്കുന്നു, ലൈസൻസും കാര്യങ്ങളും എല്ലാം പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ട് ഒരാളിരിക്കുന്നെങ്കിൽ അവിടെ പോയെന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല. അവിടെ പോയി മീൻ നോക്കി കണ്ട് മേടിച്ചു അത് ഭക്ഷിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല അല്ലേ? അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയുകയും തിരിച്ചറിഞ്ഞ് പെരുമാറേണ്ട കാര്യമാണ്. എല്ലാവർക്കും ഒന്നും അറിയത്തില്ല, ഒത്തിരി പേർക്കും അറിയത്തില്ല. ഇപ്പോൾ തന്നെ പച്ചക്കറി അങ്ങനെ ഐറ്റംസ് എല്ലാം വളരെ മാരകമായ വിഷം ചേർത്താ വരുന്നതെന്ന് പറയുന്നു. നല്ല പച്ചക്കറിയും വരുന്നില്ലേ? നല്ലതും വരുന്നുണ്ട്, വിഷം ചേർത്തതും വരുന്നുണ്ട്. വിഷം ചേർത്ത പച്ചക്കറി നല്ലതായിട്ട് പിന്നെ കഴുകി ഉപയോഗിക്കുന്ന എത്രയോ പേരുണ്ട്? വളരെ കുറച്ച് പേരേ ഉള്ളൂ. ആകെ പറയുമ്പം വലിയ കാര്യമായിട്ട് പറയും, ഒന്ന് കഴുകി, അങ്ങനെയല്ല ഇത്ര സമയം ഉപ്പ് വെള്ളത്തിലോ മഞ്ഞ വെള്ളത്തിലോ ഒക്കെ ഇട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കുറേ മരുന്ന് അടിക്കുന്നതാണ് പച്ചക്കറിയിൽ, അല്ല മരുന്ന് കുത്തിവയ്ക്കുന്നൊന്നുമല്ല. അത് പുഴു കയറാതിരിക്കാൻ നല്ല പച്ചക്കറി ആണെങ്കിൽ പുഴു കുത്തും, ആ പുഴു കുത്താതിരിക്കാൻ വേണ്ടി മരുന്ന് അടിക്കുന്നതാണ്. ആ മരുന്ന് അടിക്കുന്നതൊന്നും വലിയൊരു കുറ്റകരമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ മരുന്നടിച്ച് കഴിച്ച ആ സാധനം നമ്മൾ ഉപയോഗിക്കാൻ നല്ല മിടുക്കരാണെങ്കിൽ നമ്മളത് അതിൻ്റെ രീതി ഉപയോഗിക്കും, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മളാണ് നമ്മുടെ ഇതിനെ നോക്കേണ്ടത്. കച്ചവടക്കാരൻ്റെ പാർട്ട് ഇത്ര ശതമാനമേ ഉള്ളൂ. നല്ലൊരു കസ്റ്റമർ ആയിരിക്കണം ഒരു കടയിൽ പോകുന്നത്. ഏതൊരു സാധനം വാങ്ങിക്കാൻ ഒരു കസ്റ്റമർ കടയിൽ പോകുന്ന കസ്റ്റമർ, കാര്യങ്ങൾ അറിയുന്ന കസ്റ്റമർ പോവുകയും വരികയും ചെയ്യുന്നതാണ് നല്ലത്. അല്ലാതെ നമ്മൾ എന്തെങ്കിലും കിട്ടി കൊടുത്ത് മേടിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറയുന്നത് അവർക്കും ഒരു അറിവ് വേണം, ഒരു ധാരണ വേണം. ഇന്നത് നല്ലതായിരിക്കണം, ഇങ്ങനെ ഇരുന്നാൽ നല്ലതായിരിക്കും. നമ്മുടെ കടയിൽ വന്ന് ചിലർ മീൻ കുത്തി നോക്കും, ഞെക്കി നോക്കും. അപ്പോൾ ഞാൻ ചോദിക്കും, എന്താണ് സാർ, അല്ലെങ്കിൽ എന്താണ് മാഡം കുത്തി നോക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഉറപ്പുണ്ടോ എന്ന് നോക്കിയതാ. അപ്പോൾ ഉറപ്പുള്ള മീനെല്ലാം നല്ലതാണോ? അപ്പോൾ അവർ ചിരിക്കത്തേ ഉള്ളൂ. ഉറപ്പുള്ള മീനാണ് മോശം, ഉറപ്പുള്ള മീനാണ് നല്ലതും, ഉറപ്പുള്ള മീനാണ് മോശം. കാരണം ഉറപ്പുള്ള കെമിക്കലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കീടങ്ങളൊന്നും അണ്ടത്തില്ല, കീടങ്ങളൊന്നും അതിൽ കയറത്തില്ല. അപ്പോൾ പിന്നെ അത് വടി പോലിരിക്കും.
വടി പോലെ ഇരിക്കും. പിന്നെ വടി പോലെ ഇരിക്കാൻ വേണ്ടി ചില കെമിക്കലൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അത് പിന്നെ ഉറപ്പായിരിക്കും. മറ്റേ കീടങ്ങളുള്ളതെന്ന് പറഞ്ഞാൽ ഈ കെമിക്കലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ പൂച്ച പോലും തിന്നത്തില്ല. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു മേഡം പറഞ്ഞു, ഈ പട്ടിക്കൊക്കെ എങ്ങനെ അറിയാം നിങ്ങൾ എവിടുന്നാണ് വിഷം മേടിച്ചെന്ന്? അതങ്ങനെ നമുക്കറിയത്തില്ല. പട്ടിക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ അവിടുന്ന് മേടിച്ചാലേ പട്ടി തിന്നുന്നുള്ളൂ. മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ 2-3 പ്രാവശ്യം മേടിച്ചു കൊടുത്തൊന്നും തിന്നുന്നില്ല പട്ടി. അവരാണെങ്കിൽ നല്ല വില കൂടിയ മീൻ, നല്ല പീസൊക്കെ മേടിക്കത്തുള്ളൂ. പട്ടി അവരുടെ വീട്ടിലാരും മീൻ കഴിക്കത്തില്ല. അങ്ങനെയുള്ളവരും വരുന്നുണ്ട്. അപ്പം അറിയുക, നല്ല മീൻ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ മേടിച്ച് കഴിക്കുന്നതാണ് ഉത്തമം. ഇനി നമുക്ക് അറിയത്തില്ല, ആരെങ്കിലും തരുന്ന എന്തെങ്കിലും സാധനം മേടിച്ച് കഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ കഴിക്കാതിരിക്കുക ഈ സാധനം. അതാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഏത് മീനാണെങ്കിലും നല്ലതല്ലാതെ ഈ കെമിക്കൽ എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറായിട്ടും മാരകമായിട്ടുള്ള കെമിക്കലാണ് ഇടുന്നത്. അത് ഇട്ടിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒന്നിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളതാണ്. അത് കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ നമുക്ക് കഴിക്കണ്ടേ? നമുക്ക് കഴിക്കണം. നമുക്കൊരറിവ് വേണം. പിന്നെ എനിക്കിതിനെക്കുറിച്ച് 1-2 കാര്യം പറയാനുള്ളത്, മീൻ നല്ലതാണെങ്കിൽ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അതിൻ്റെ കണ്ണിൽ നോക്കിയാൽ മതി. മീനിൻ്റെ കണ്ണ് ഉള്ളിലോട്ട് ചപ്പി പോയിട്ടുണ്ടെങ്കിൽ മീൻ ദിവസങ്ങളായിരിക്കും. അതിൻ്റെ കണ്ണ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ, മീനിൻ്റെ കണ്ണ് പ്രൊജക്റ്റ് ചെയ്താണ് നിൽക്കുന്നത്, അതിൻ്റെ വെളിയിലോട്ട് നിൽക്കും. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതിന് പഴക്കമില്ല എന്നുള്ളതാണ്. പിന്നെ എത്ര ഇത് ദിവസം സൂക്ഷിച്ച് വെച്ചാലും ഈ കണ്ണിനിട്ട് ഒരു പണി നടക്കത്തില്ല. കണ്ണിൻ്റെ കളർ മാറും. അറിയത്തില്ലാത്തവർ നോക്കേണ്ടത് നേരെ മീനിൻ്റെ കണ്ണിലോട്ട് നോക്കിക്കൊള്ളുക. നല്ല വെള്ള കണ്ണാണെങ്കിൽ നല്ല മീനായിരിക്കും. കെമിക്കൽ ചേർത്താലും ദിവസങ്ങൾ കഴിഞ്ഞാലും ഈ മീനിൻ്റെ സ്വഭാവം മാറും. മീനിൻ്റെ സ്വഭാവം മാറത്തില്ല, കണ്ണിൻ്റെ സ്വഭാവം മാറും. കണ്ണിനെ പിടിച്ചു നിർത്താനുള്ള സംഭവമൊന്നുമില്ല. അപ്പോൾ കണ്ണാണ് ലക്ഷണം. അറിയത്തില്ലാത്തവർ പോയി കണ്ണി നോക്കുക. വെളുത്തിരുന്നാൽ ഇത് കൊള്ളാമെന്ന് ഒരു ഇത്ര ശതമാനം ഉറപ്പിച്ചുകൊള്ളുക. പേര് ഇപ്പോൾ അച്ചയൻസ് ഫിഷ് എന്ന് അല്ലായിരുന്നു പേരെങ്കിലും, വേറൊരു പേരായിരുന്നു എങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മളിപ്പോൾ ചെയ്യുന്നത് പോലെയാണ് ചെയ്തിരുന്നതെങ്കിൽ ഇതേപോലെ തന്നെ സക്സസ്ഫുൾ ആയേനെ. ഇതിനെക്കാട്ടിലും എനിക്ക് പല കാര്യത്തിലും എനിക്ക് പിന്നെ കുറ്റബോധമുണ്ട്. ഇത്തിരി നമുക്കിങ്ങനെ അല്ലായിരുന്നു ചെയ്തെന്നൊക്കെ ചെയ്യേണ്ടിയിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പല കാര്യങ്ങളിലും നമുക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. കാരണം ഉദാഹരണത്തിന് ഞാൻ ആരംഭ കാലഘട്ടത്തിൽ ഈ ലാഭക്കൊതി വെച്ചിട്ടാണ് ഞാൻ ബിസിനസ് ചെയ്തത്. ഒരു പ്രാവശ്യം ചെയ്തത് പോലും ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ദിവസം ചെയ്തത് പോലും ശരിയല്ല. അത് തെറ്റല്ലേ? അങ്ങനെ കുറേ കാര്യങ്ങളിൽ നമ്മൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതിനകത്ത് തന്നെയുണ്ട് ബ്രാൻഡിങ്. എവിടെ പറഞ്ഞതിനകത്ത് നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റി ബ്രാൻഡ് വന്നോളും. രണ്ടാമത് പേര് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന സാധനം പേരുണ്ടാക്കിക്കോളും. അച്ചയൻസ് ഫിഷ് എന്ന ആ പേരായിരുന്നത് കൊണ്ട് മാത്രം നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ പ്രവൃത്തി കൊണ്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഞാൻ ഒത്തിരി സമയം പോയി പള്ളിയിലോ അമ്പലത്തിലോ പോയി മുട്ടയിൽ നിന്നിട്ടൊന്നും ഒരു കാരണവശാലും ഒന്നും സംഭവിക്കത്തില്ല. ഞാൻ ചെയ്യുന്ന തൊഴിലിനകത്താണ് ഈ ഇത് കാണിക്കേണ്ടത്. ഞാൻ ചെയ്യുന്ന തൊഴിലിനകത്താണ് എൻ്റെ ദൈവം പ്രവർത്തിക്കേണ്ടത്. അത് ഞാൻ ചെയ്യുന്ന തൊഴിലിനകത്ത് തന്നെ ദൈവവും കൂടെ ഉണ്ട്. അത് ചെയ്യുന്നതിനകത്ത് പിന്നെ ഈ നമ്മളെന്താ പറയുക, നമ്മളിൽ തന്നെയാണ്. ഞാൻ ഒരു സമയത്ത് ആലോചിച്ചിട്ടുണ്ട്, ഇത്രയും പേരെ എങ്ങനെ ഇത് ദൈവം ദൈവം അന്നേ കണ്ടിരുന്നു ഇത്രയും പേരുണ്ടാവും. അത്രയും പേരുണ്ടായ ഇവരിൽ തന്നെ കമ്പ്യൂട്ടർ സെറ്റ് ചെയ്ത് വെച്ചു. അവരിൽ തന്നെ അവരുടെ മനസ്സിനെ അങ്ങനെ അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞാലാണ് ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അവൻ ചെയ്യുന്നതിനകത്ത് അവൻ്റെ മനസ്സിൽ തന്നെ അവൻ്റെ കുറ്റബോധം അവനെ വേട്ടയാടി അവനെ ഇല്ലാണ്ടാക്കും. അവൻ നല്ല പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ, നന്മയാണ് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലായിട്ട് എല്ലാം വന്നോളും. അപ്പോൾ അതൊരു വലിയ ഘടകമാണ്. ഒരു ദിവസം കൊണ്ടൊരു നേട്ടം ഉണ്ടാക്കിക്കൊണ്ട് പൊക്കളയാം എന്ന് വിചാരിക്കുന്നത് മൂഢന്മാർ മാത്രമേ ചെയ്യത്തുള്ളൂ. എൻ്റെ അറിവ് അങ്ങനെയാണ്. ഏത് അച്ചയൻസ് ഫിഷ് എന്ന് പേരിടുന്നത് എനിക്ക് പിന്നെ ഉദാഹരണത്തിന് ഇപ്പം പിന്നെ കന്യാകുമാരിയിൽ നിന്ന് എനിക്ക് ഒരു മീൻ അയച്ചു വിടും.
അപ്പോൾ എന്നെ ഇവിടെ തിരുവനന്തപുരത്ത് ഒത്തിരി പേര് അറിയപ്പെടുന്നത് അച്ചായൻ എന്ന് വിളിക്കും. നമ്മളിപ്പോൾ ഒരു നായരാണെങ്കിൽ ഈ എൻ്റെ നാട്ടിലൊക്കെ പിന്നെ എൻ്റെ നാട് മുണ്ടക്കയത്താണ്, അവിടെ നായരെന്ന് പറയും, അതല്ലെങ്കിൽ പിള്ളച്ചെന്ന് പറയും. അപ്പോൾ മുസ്ലിം ആണെങ്കിൽ കാക്ക എന്ന് പറയും. എന്ന് പറയുന്ന പോലെ അച്ചായന്ന് ഇവിടെ നാട്ടുകാർ എന്നെ വിളിച്ചതാണ്. ഇവിടെ വിളിച്ച് അച്ചായൻ എന്ന് എല്ലാവരും വിളിച്ച് അവിടുന്ന് അച്ചായൻ എഴുതുന്നതിന് പകരം ഈ പെട്ടിയുടെ പുറത്ത് ലേബലൊട്ടിക്കും, AHN എന്നടിക്കും. അവരായിട്ട് ഇട്ടതാണ് അച്ചായൻ. അപ്പോൾ എനിക്ക് ഒരു സമയത്ത് ഒത്തിരി പിന്നെ ഷോപ്പുകളുടെ എണ്ണമൊക്കെ കൂടി ഇപ്പം ബ്രാൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി ഒരു ആളെ നമ്മൾ നിയമിച്ചു, നല്ല എക്സ്പെർട്ടായിട്ടുള്ള ഒരാളെ നിയമിച്ചു. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, അപ്പോൾ കുറേ പേർക്ക് നമ്മൾ പേരിടാൻ വേണ്ടി ഇത് കൊടുത്തു, നമുക്കറിയാവുന്നവർക്കെല്ലാം പേരിടാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തു. ഒരുപാട് പേരുകൾ വന്നു. ഒരുപാട് പേര് വന്നതിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അന്നത്തെ മാനേജർ ഒരു പേര് നിർദ്ദേശിച്ചു. ആ പേരാണ് അച്ചായൻ എന്ന് വിളിക്കുന്നതിന് പകരം നമുക്ക് അച്ചായൻസ് എന്നാക്കാം എന്ന് അദ്ദേഹമാണ് നിർണയിച്ചത്. പിൽക്കാലത്ത് അദ്ദേഹം ഇത്ര സമയത്തിനുള്ളിൽ അദ്ദേഹം വേറെ ഇതിന് പോയി നമ്മുടെ കൂടെ ഇല്ലാതായിപ്പോയി. അദ്ദേഹമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പിന്നെ ഓൺലൈനിൽ ഗ്രാഹ്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാമായിരുന്നു. അദ്ദേഹത്തിന് അത് ഗ്രാഹ്യം ഉണ്ടായിരുന്നു, ചെയ്തില്ല, അത്രയേ ഉള്ളൂ. എനിക്കതിൻ്റെ ഗ്രാഹ്യം കുറവായിരുന്നു, അതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഓൺലൈനൊക്കെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഞാനാണ് ആദ്യത്തെ ട്രിവാൻഡ്രത്തെ ഫിസ്റ്റാളുകാരനും ആദ്യത്തെ ഓൺലൈൻ ഫിഷ് വ്യാപാരിയും കേരളത്തിലെ ഞാനായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇനി എൻ്റെ അറിവില്ലായ്മ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അറിവിൽ ഇതുവരെയും വേറെ ആളെ കണ്ടില്ല. അപ്പോൾ അതൊക്കെ ഉണ്ടായിട്ട് പോലും നമ്മളെ എങ്ങും എത്താതെ നിൽക്കാനുള്ള കാര്യം, എങ്ങും എത്തിയില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ വന്ന് തിരുവനന്തപുരത്ത് വന്ന് കച്ചവടം ചെയ്യാൻ തുടങ്ങിയിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. നല്ലതായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം നടക്കുന്നു. ഇന്നും നമ്മുടെ ചെറിയ പരിപാടിയാണെങ്കിലും നല്ലതായിട്ടും നല്ല സമാധാനത്തോടു കൂടിയും തന്നെയാണ് പോകുന്നത്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ മനഃപൂർവ്വമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു വെല്ലുവിളിയോ ഒരു ഹരമായിട്ട് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അതൊരു വിഷമമായിട്ട് തോന്നിയിട്ടില്ല. ഉദാഹരണത്തിന് ആരെങ്കിലുമൊക്കെ ചുമ്മാതെങ്കിലും ഒറ്റിക്കൊടുക്കുക, നമ്മുടെ കച്ചവടം, നമ്മുടെ കടത്ത് ഒത്തിരി പേര് വരുന്നു, ആൾക്കാർ ഇഷ്ടംപോലെ പേര് വന്ന് മേടിക്കുന്നു, ഇതൊക്കെ കണ്ടുകൊണ്ട് കുശുമ്പും ഒക്കെ ഉള്ളവർ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്. അത് നമുക്ക് ഒരു ബിസിനസ്സുകാരന് ഏറ്റവും കൂടുതൽ ഇത് വേണ്ടത് അതൊരു വലിയ കാര്യമാണ്. ഇപ്പം നമ്മൾ ഇത്രയും കാര്യം സംസാരിച്ചാൽ അതൊരു വലിയ കാര്യമാണ്. നമ്മൾ വളരുമ്പോൾ നമുക്ക് ഒരുപാട് നമ്മളെ തളർത്താൻ വേണ്ടി ഒത്തിരി പേരുണ്ടാവും. അതിനെ ചിരിച്ചും കൊണ്ട് ഫേസ് ചെയ്യാൻ അറിയണം ഒരു ബിസിനസ്സുകാരൻ. ഒരിക്കലും ഒരു ബിസിനസ്സുകാരൻ പരാജയ ഭീതിയോ സങ്കടമോ ഉണ്ടാവാൻ പാടില്ല. അവൻ എപ്പോഴും ഒരു മുഖമാണ്, അവന് ഉള്ളത് ഒറ്റ മുഖം. അവൻ്റെ കസ്റ്റമർ അടുത്ത് വരുമ്പോൾ അവൻ എപ്പോഴും ചിരിച്ച മുഖവും എപ്പോഴും ഒരേ ഇതായിരിക്കണം. അവന് വേറൊരാൾ ഒറ്റി തന്നു, അവൻ്റെ പേരിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു, അത് നമ്മുടെ ഈ കൂടെ ഉള്ളതാണ്. നമ്മൾ തൊഴിൽ ചെയ്യുന്നത് നമ്മൾ അത്യാവശ്യം കൊള്ളാവുന്ന തൊഴിൽ ചെയ്യുകയാണെങ്കിൽ ആ കൂടെ ഉള്ളതാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും. അതിനെ നമ്മൾ സിമ്പിളായിട്ട് അങ്ങ് വിടുകയും ചെയ്യാമോ. ഇതിനെ ഉടനെ അവനെതിരെ പ്രതികാരം ചെയ്യാനോ പിന്നെ അങ്ങനെയൊക്കെ പോയാൽ നമ്മുടെ മെൻ്റലി നമ്മൾ ഇല്ലാണ്ടായിപ്പോവും. ഒരിക്കലും അതിനൊന്നും മുതിരാതെ അത് അതിൻ്റെ വഴിക്കൊക്കെ നടന്നോളും. ഈ ജോലിയുടെ ഭാഗം, നമ്മൾ ജോലിക്കാരെ വെച്ച് ശമ്പളം കൊടുക്കുന്നത് പോലെ തന്നെ ഇത് അതിൻ്റെ ഭാഗമാണ്, അത് നടന്നോളും. അത് നമ്മൾ ചെയ്യുന്ന കൃത്യമാണെങ്കിൽ നമുക്ക് അനുകൂലമായിട്ട് വന്ന് ഭവിച്ചോളൂ എന്നാണ് ഞാൻ പഠിച്ചേക്കുന്നത്. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഫിഷ് റീറ്റെയിൽ ബിസിനസ് കോഴ്സിലെ മാർക്കറ്റിംഗ് ബ്രാൻഡിംഗ് എന്ന ചാപ്റ്ററിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. ഈ ഭാഗം നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു. കൂടാതെ ഈ ഭാഗം നിങ്ങൾ മുഴുവനായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും സ്വന്തമായി ഒരു ഫിഷ് റീറ്റെയിൽ ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. ബോസ്വാല, ബി ദ ബോസ്.